ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു ടെക് ന്യൂസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ട്രായ് ഉണ്ടല്ലോ, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, നമ്മുടെ ഈ സിമ്മും സംഭവങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു അതോറിറ്റി, ഒരു കമ്പനി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഇന്ത്യൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് കമ്പനിയാണ് ട്രായ് എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മ്യൂച്വൽ ഫണ്ടൊക്കെ സെബി റെഗുലേറ്റ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ബാങ്കിങ് ഒക്കെ നമുക്ക് RBI റെഗുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ ടെലികോം സംഭവങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ട്രായ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇവർ ആക്ച്വലി പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നമ്മുടെ സിം പോർട്ടിങ്ങിനെ കുറിച്ച് പുതിയ റൂൾസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും, കുറെ സിം പോർട്ട് ചെയ്തിട്ട് കുറെ ഫ്രോഡ് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഒരാളുടെ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തിട്ട് നമ്മുടെ കാശ് തട്ടുന്ന പരിപാടിയൊക്കെ ഇഷ്ടം പോലെ റിപ്പോർട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പുതിയ പോർട്ട് ചെയ്യാനുള്ള പുതിയ റൂൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ BSNL നിന്ന് ജിയോയിലേക്ക് മാറാൻ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജിയോ എയർടെലിലേക്ക് മാറാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫുള്ള് വീഡിയോ കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയ റൂൾ വന്നേക്കുന്നത് ആക്ച്വലി എന്താ വെച്ചാൽ, നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളൊരു പുതിയൊരു സിം നിങ്ങൾ പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ കയ്യിലിരിക്കുന്നത് BSNL, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ജിയോയിലേക്കോ അല്ലെങ്കിൽ എയർടെലിലേക്കോ ഒക്കെ മാറണമെന്നിരിക്കുന്നത് വെച്ചാൽ കുറേ പേര് നമുക്ക് ഈ 5Gക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കുറേ പേര് മാറുന്നുണ്ട്. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് റൂൾസും സംഭവങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അത് പക്ഷേ ഇപ്പം നിലവിൽ വന്നിട്ടില്ല. എഫക്റ്റീവ് ഫ്രം ജൂലൈ 1 തീയതി തൊട്ടാ വന്നിട്ടുള്ളൂ. അപ്പോൾ 1 തീയതി തൊട്ടാ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കപ്പെട്ട ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം നിങ്ങൾ എടുത്തു വെച്ചിരിക്കുക. നിങ്ങളുടെ ഓൾഡ് സിം കളഞ്ഞു പോയി, അല്ലെങ്കിൽ ഓൾഡ് സിം ഡാമേജ് ആയി. അപ്പോൾ നിങ്ങളൊരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തു. ആ സിം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആദ്യത്തെ 7 ദിവസത്തേക്ക് നിങ്ങൾക്ക് പിന്നെ പോർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റീപ്ലേസ്മെന്റും ഈ പോർട്ടിങ്ങിന്റെയും നമ്മുടെ കുറേ ഫ്രോഡൽ ആക്ടിവിറ്റീസ് നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ റൂൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ ജിയോന്റെ eSIM ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ eSIM അറിയാണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് പോയി എൻ്റെ ഫോണിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ വേറെ റൂൾ വന്നിരിക്കുന്നത് വെച്ചാൽ നമുക്കത് ഈ റൂൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പുതിയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1024 മണിക്കൂറിലേക്ക് നിങ്ങൾക്ക് ഇൻകമിങ് SMS ഔട്ട് ഗോയിങ് SMS ഒന്നും കിട്ടില്ല കേട്ടോ. ആഫ്റ്റർ 24 അവർ മാത്രമേ നമുക്ക് ഇൻകമിങ് SMS സംഭവങ്ങൾ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ എൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാനൊരു പുതിയ സിം എടുത്തു. അപ്പോൾ എനിക്ക് പിന്നെ ഇനിയിപ്പോൾ ഈ ജിയോന്ന് എനിക്ക് വേണമെങ്കിൽ BSNLേക്കോ അല്ലെങ്കിൽ എയർടെലിലേക്കോ പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ 7 ദിവസം കഴിയാണ് എനിക്ക് പിന്നെ പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ പുതിയ റൂൾ വന്നിരിക്കുന്നത്. ഇപ്പം ഇല്ല, എന്തായാലും ജൂലൈ 1 തീയതി തൊട്ടാണ് ഈ റൂൾ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു പുതിയ നിങ്ങൾ പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രായിന്റെ പുതിയ റൂൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതേപോലെ ഈ സിമ്മിനെ കുറിച്ച് കുറേ ഇങ്ങനത്തെ റൂൾസുകൾ ട്രായ് ഇപ്പോൾ റെഗുലേറ്ററി ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് എന്താ പറയുക, ഡ്യൂപ്ലിക്കേറ്റ് സിം ഉപയോഗിച്ച് കുറേ ക്ലോൺ ചെയ്ത് സിം ഉപയോഗിച്ചിട്ട് കുറേ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് തന്നെ eSIM ഒക്കെ സുഖമായിട്ട് തട്ടിപ്പിന് ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞൊരു ന്യൂസ് നമ്മളൊക്കെ വന്നിരുന്നു. നമ്മൾ അതിന്റെ ഓൾറെഡി വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാൻ പോയി കണ്ടോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ പുതിയ ചാനലാണ്, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മളിന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ മെയിൻ ചാനലിൽ 2 കാണാത്തവർ പോയി കണ്ടോക്കുക. ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.